ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് കറങ്ങാൻ പോയ വീഡിയോ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച പോയതാണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയത്. കലൂർ സ്റ്റേഡിയത്തിൽ കോട്ടൺ തുണിത്തരങ്ങളുടെ എക്സിബിഷൻ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്റ്റേഡിയമൊക്കെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഇതാ ഫസ്റ്റ് തന്നെ അവിടെ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഉള്ളിലോട്ട് കയറും തോറും ഫുൾ സാരി, കോട്ടൻ്റെ സാരി സെലക്ഷനാണ്. സാരി മാത്രമല്ല, ലേഡീസ് ചുരിദാർ സെറ്റ്, പിന്നെ പാൻറ്റുകൾ, ഷാളുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, ജെൻസിൻ്റെ കോട്ടൺ ഷർട്ട്സ് എന്നിവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണിത്തരങ്ങൾ മാത്രമല്ല, അതാ തലയണകൾ, ചവിട്ടി. ഇതൊരു തലയണ കേട്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. പിന്നെ ബാഗുകളും കാണാൻ നല്ല ഭംഗിയാണ്. ഞാനും എന്തേലും ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയത് തന്നെയായിരുന്നു. പക്ഷേ ഭയങ്കര റേറ്റായിരുന്നു, ഒന്നും വാങ്ങിച്ചില്ല. ഇഷ്ടംപോലെ ആൾക്കാരെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കവറിലാക്കി പോകുന്നുണ്ട്. കുറേ പേരിത് കാണാൻ മാത്രമായിട്ട് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇതവിടെ ചെമ്പ് കൊണ്ടുള്ള മോതിരം, വള, പിന്നെ ഇതാ കുറേ ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, അച്ചാറുകൾ, പലവിധ അച്ചാറുകൾ കേട്ടോ. അച്ചാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ചാറുകാരൻ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ അച്ചാറായിരുന്നു ഞാൻ മേടിച്ച് വെച്ചത്. പിന്നെ ഇതാ കുറേ പെയിൻറ്റിങ്, ചവിട്ടി, നല്ല അടിപൊളി ചവിട്ടികൾ ഞാൻ നോക്കി. പക്ഷേ ഈ ഒരു ചവിട്ടിക്ക് 300 രൂപ റേറ്റ് പറഞ്ഞു. പിന്നെ ഞാനത് അവിടെ ഇട്ട് പോന്നു. പിന്നെ ഇതാ പപ്പടം, ബീട്രൂട്ട് പപ്പടം, അങ്ങനെ പലവിധം പപ്പടങ്ങൾ, ഹൽവാസ്, പിന്നെ കോട്ടൺ മുണ്ട്. ഇതാ പിക്കിൾസ് കണ്ടോ, പിക്കിൾസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. എന്തൊക്കെ പിക്കിൾസാ, അതെന്താ തക്കാളിയോ മാങ്ങ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് പിക്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ നേരം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു, മഴക്കോളുണ്ടായിരുന്നു. ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ച് നടന്നാൽ എന്തായാലും മഴ നനയുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോഴാണ് അവിടെ കുറേ ചെടികൾ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ പൂച്ചെടികൾ, ഒരുപാട് പല ടൈപ്പ് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ എന്ത് ഭംഗിയല്ലേ ഈ ഒരു ചെടി കാണാൻ, ഈ ഒരു പൂവോതെ എന്ത് രസമാണ് കാണാൻ. ചെടികളുടെ സെക്ഷനിൽ നിന്നപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് പെരുമഴ പെയ്തത്. ഓടി കയറി വീണ്ടും അകത്തേക്ക്. മഴ കൊള്ളാതെ രക്ഷപ്പെടണ്ടേ. അങ്ങനെ ഏതായാലും നിൽക്കല്ലേ, അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് വീണ്ടും വീഡിയോ എടുപ്പ് തുടങ്ങി. ഇതാ കുറച്ച് വീട്ടാവശ്യത്തിനുള്ള ഐറ്റംസാണ് കേട്ടോ അത്. റേറ്റ് ചോദിച്ചു, നല്ല റേറ്റ്. ഒന്നും എടുത്തില്ല, വീഡിയോ എങ്കിലും എടുക്കാൻ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ വീണ്ടും അകത്തേക്ക് കയറി. എന്താ ജ്വല്ലറി സെക്ഷൻസ് ആണ് കേട്ടോ. എന്ത് ഭംഗിയാണറിയോ, ഓരോ മാലയും ബാംഗിൾസും കമ്മൽസും ഒക്കെ കാണാൻ. ഒരു കത്തി, നല്ല അടിപൊളി ഒരു കത്തി, നല്ല റേറ്റ്, അവിടെ തന്നെ വെച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, മക്കളും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് അവരും എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ഒന്ന് കൈവച്ച് നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കണ്ടോ, ഇത് മസാജ് സെക്ഷൻ്റെ ആ ഭാഗമാണ്. ഇതാ മരം കൊണ്ടുള്ള ചെരുപ്പ്, മരം കൊണ്ടുള്ള തവി, പെട്ടികൾ, ചപ്പാത്തിക്കോല്. എനിക്ക് ഇതിലേറെ ഇഷ്ടമായത് ഇതാ ഈ ഒരു ഐറ്റമാണ്, കുഞ്ഞൻ സ്പൂണ് മരം കൊണ്ടുള്ളത്. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞ് ബൈക്കുകൾ നോക്കിയേ, എന്ത് വെറൈറ്റി ആണല്ലേ, വെറൈറ്റി ബൈക്കുകൾ. പിന്നെ അതെന്താ അത്, അമ്പും വില്ലും. ഓടക്കുഴൽ, മരം കൊണ്ടുള്ള അടുത്തൊരു ഗണ്ണ്, നല്ല അടിപൊളി ഒരു ഗംഭീര ഗണ്ണ്.
മരം കൊണ്ടുള്ള ചീപ്പ്. ഈ ഭാഗം ഫുള്ള് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായിരുന്നു കേട്ടോ. കുട്ടികൾ ഓരോന്നും എടുത്തു നോക്കി, പലതിലും കളിക്കണമെന്ന് വാശി പിടിച്ച് ലാസ്റ്റ് എക്സിബിഷൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ചീത്ത പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.